നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെത്തിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. ഈ അറിവ്, ഈ പദം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, സമാധി എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ സമാധി ഇരുത്തുക എന്നുള്ളതും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാൻ പലർക്കും ആഗ്രഹം കാണും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നത്. സമാധി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ സമാധി എന്താണ്? സമബുദ്ധിക്കാണ് സമാധി എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞ നേടിയ വ്യക്തിയാണ് സമാധിസ്ഥൻ എന്ന് പറയുന്നത്. പക്ഷേ അതിന്നും ആളുകൾക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കും. അപ്പം സമാധി ഇരുത്തലിനെ പറ്റി ഉപനിഷത്ത് എന്താണ് പറയുന്നത്? ഇത് ഛാന്തോഗ്യ ഉപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാം പ്രപാഠകത്തിലാണ്, 10-ാം ഖണ്ഡം. അതിനകത്ത് ഉപകോശല വിദ്യ എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ, തലവാചകം അതാണ്. കമല മഹർഷിയുടെ പുത്രനായ ഉപകോശലൻ ജാബാല സത്യകാമൻ്റെ അടുത്ത് ബ്രഹ്മചര്യത്തിനായി ചെന്ന് തപസ് ചെയ്യാനാണ് പോകുന്നത്. തപസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. അവിടെ താമസിച്ച് പഠിക്കണം, ഗുരുകുല വിദ്യാഭ്യാസം. ഇത് പ്രസിദ്ധിയുള്ള ഒരു സംഭവമാണ്. ഉപനിഷത്തെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അവിടെ 12 വർഷം അഗ്നി ചമയനവും പരിചരണവുമായി കഴിഞ്ഞു. പരിചരണം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പരിചരിക്കാതെ ഒരു കാരണവശാലും വിദ്യ കിട്ടത്തില്ല. ഇപ്പോൾ ഈ വന്ന കാലത്ത് ഗുരു എന്നുള്ളതിൻ്റെ അർത്ഥം പോലും അറിയാൻ വയ്യാത്ത ഒരു തലത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അന്ന് അവിടെ നിന്ന്, അതായത് ഗുരുവിൻ്റെ ഭവനത്തിലോ എവിടെയാണോ അവിടെ നിന്ന് വേണം ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യേണ്ടതെന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം സത്യകാമൻ, ജാബാല സത്യകാമൻ മറ്റ് ബ്രഹ്മചാരികൾക്ക് സമാവർത്തനം ചെയ്തു കൊടുത്തു. സമാവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ അഭ്യസിപ്പിക്കാൻ തുടങ്ങി. സമാവർത്തനത്തെക്കുറിച്ച് വേണമെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ഇടാം. എന്നാൽ ഉപകോശലൻ്റെ സമാവർത്തനം നിർവഹിച്ചില്ല, കൊടുത്തില്ല അദ്ദേഹത്തിന്. ആചാര്യപത്നി ഋഷിയോട് ചോദിച്ചു, എന്തുകൊണ്ട് ഉപകോശലന് സമാവർത്തനം ചെയ്തില്ല? എന്നാൽ ഉപകോശലന് സമാവർത്തനം ചെയ്യാതെ ആചാര്യൻ പുറപ്പെട്ടു പോവുകയും ചെയ്തു. നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചിലരെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ശിഷ്യരായി കിട്ടിക്കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവരാ വിദ്യയിൽ കുറേയെങ്കിലും മുന്നോട്ട് പോകുന്നു എന്ന് ഗുരുവിന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൂടുതൽ അടുപ്പിച്ച് നിർത്താൻ ഗുരു ശ്രമിക്കുന്ന ഒരു തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാമകൃഷ്ണ പരമഹംസൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം അതാണ് പറഞ്ഞു. അപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ബ്രഹ്മവിദ്യ കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവർ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം എത്രത്തോളം അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു, പ്രവർത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. പലയിടത്തും അത് കൊടുത്തത് ഒരു തലത്തിൽ നമ്മൾ ആഗ്രഹിച്ച തലത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു വലിയ സംഭവമാണ്. പലർക്കും കൊടുത്തിട്ടും അത് ഞാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിച്ചത് ആ തലത്തിലേക്ക് ഇന്നും അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അതിലെനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ ആ ഉപകോശലിന് ബ്രഹ്മചാരി വിദ്യ അല്ലെങ്കിൽ ഈ സമാവർത്തനം കൊടുക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനോവ്യഥയുണ്ടായി. അദ്ദേഹത്തിന് വ്യസനിച്ചു, ഭക്ഷണം തിരസ്കരിച്ചു. കാര്യം അദ്ദേഹം ചെന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ്. കാര്യം ആത്മീയ തലത്തിൽ ഉന്നതി നേടുന്നതിന് വേണ്ടിയിട്ട് ഗുരുവിൻ്റെ പാദത്തെ തൊടുകയും ഗുരുവിൻ്റെ പാദത്തെ തൊട്ടതിന് ശേഷം, അത് ആചാര്യൻ ആരും ആയിക്കോട്ടെ, അതിനകത്ത് വിഷയമൊന്നും, ഒരു വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യ ആരാണോ തന്നത്, വിദ്യയും ആത്മവിദ്യയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു വിദ്യ തരിക എന്ന് പറഞ്ഞാൽ ആ വിദ്യ അതിനും ഗുരുവാണ്. പക്ഷെ ആത്മവിദ്യ തരുന്ന ഗുരു എന്ന് പറയുന്നത് പരയാണ് തരുന്നത്. അതായത് അവസാനത്തെ തലത്തിലുള്ള സംഭവം ആദ്യം എടുത്തു കൊടുത്താലുള്ള കുഴപ്പം അറിയാമല്ലോ. ഇത് ദഹിക്കത്തില്ല. പണ്ട് എൻ്റെ ഗുരു പറയുമായിരുന്നു, ഒരു കാരണവശാലും ഒരാൾക്ക് വെണ്ണ ഒരുമിച്ച് കൊടുക്കരുത്, അജീർണം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് വേണം?
മോര് കൊടുത്ത് ശീലിക്കാൻ പറയാം. അതിൽ വെണ്ണയുടെ ഈ കണങ്ങൾ കാണും. അത് കഴിച്ച് ദഹിച്ചതിന് ശേഷമേ അവർക്ക് ഈ ആത്മവിദ്യയുടെ അടുത്ത തലത്തേക്ക് കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ആദ്യം കൊടുക്കുന്ന വിദ്യ ആത്മവിദ്യയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അറിയാൻ വയ്യാതെ അല്ലെങ്കിൽ ആ തലത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവർ വിട്ടുകളയെന്ന് പറഞ്ഞാൽ അതിനൊരു മൂല്യം കൊടുക്കാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഈ ആത്മവിദ്യ ആദ്യം കൊടുക്കാൻ പാടില്ല. കുറേ നാൾ പുല്ല് പറപ്പിക്കുക, അങ്ങനെയാണല്ലോ ഈ പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നത്. അതായത് പല ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കുറേ പുല്ല് പറപ്പിക്കും, പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ പറയും. കാട്ടിൽ പോയി ചമതി പിടിക്കാൻ പോയതൊക്കെ അറിയാമല്ലോ, കൃഷ്ണനും സുധാമാവും കൂടെ പോയത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവൻ്റെ മനസ്സിന് പക്വത വന്നതിന് ശേഷമേ അങ്ങനൊരു വിദ്യ അവന് കൊടുക്കാൻ പറ്റൂ എന്ന് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആചാര്യപത്നി ചോദിച്ചു എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പം സംഭവം ഇതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷനിൽ അനേകം മാർഗങ്ങളുള്ള അനേകം ഇച്ഛകളുണ്ട്. അതിനാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഈ ഇച്ഛകളാണ് എന്നെ എന്ത് ചെയ്യുന്നത്, വലിച്ച് മുറുക്കിക്കളയുന്നത്. ഈ ഇച്ഛകളാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അനേകം ഇച്ഛകൾ കുരിയും കിടക്കുക. നമ്മൾ ആ ഭക്ഷണം കഴിക്കാതിരിക്കുകയും അതുപോലെ ഇതിലുള്ള അഭിവാഞ്ച കൂടുതലായി വരികയും ചെയ്തപ്പം ഋഷിക്ക് ഒരു സ്നേഹം തോന്നി, അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആത്മാവിനെ പറ്റിയും ആത്മാവിൻ്റെ മരണശേഷമുള്ള ഗതിയെപ്പറ്റിയുമുള്ള കാര്യങ്ങൾ ഉപകോശലിന് ഋഷി ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയും. മരണശേഷം മുക്തി പ്രാപിച്ച യോഗിയുടെ ശരീരത്യാഗത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതാണ് സമാധിയിരുത്തൽ. അതുമാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇടയ്ക്കുള്ള ആ ശരീരത്യാഗത്തിന് ശേഷം ഒരു മുക്തിപഥത്തിലേക്ക് പോകുന്ന വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാവണം, അങ്ങനെയുള്ളതുള്ള കാര്യങ്ങളൊക്കെ, അതായത് എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ഇതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ എന്തായാലും ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മലേപനം, അതായത് കർമ്മം ഒരിക്കലും തൊട്ട് തീണ്ടാത്ത അല്ലെങ്കിൽ കർമ്മലേപനം വരാത്ത ആളായിരിക്കണം ശരീരം ത്യജിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുകൂടി ആചാര്യൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള സമയം. മരണശേഷം ഒരു മുക്തി പ്രാപിച്ച വ്യക്തിയെ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് നമ്മൾ സമാധിയിരുത്തൽ എന്നുള്ള തലത്തിൽ അത് പറയും. മുക്തി പ്രാപിച്ചോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല, പക്ഷേ സമാധിയിരുത്തൽ ക്രമമായിട്ട് നടക്കുന്നുണ്ട്. അതെന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അതിനെക്കുറിച്ചാണ് ഇവിടുത്തെ വിഷയം. ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ നമ്മൾക്ക് ഏവർക്കും അറിവുള്ള സമാധിയെ പറ്റിയുള്ള തെറ്റായ ധാരണകളെ തിരുത്തി കുറിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ നിഷ്കാർമ്മ കർമ്മം ചെയ്ത് കർമ്മലേപനം കൂടാതെ സാക്ഷാത്കാരം നേടിയാൽ ജീവൻ മുക്തനായിട്ട് വളരെ കാലം ശിഷ്ടകാലം ഈ ഭൂമിയിൽ തങ്ങിയിട്ട് ജീവിച്ചിട്ട് അയാൾക്ക് കർമ്മഫലജന്യമായ സംസ്കാരമേ ഇല്ല, ക്ലേശകർമ്മങ്ങൾ ഉണ്ടെങ്കിലേ കർമ്മഫലം എന്ന വിഭാഗം ഉണ്ടാകൂ. അവ ഇല്ലാതായി കഴിയുമ്പോൾ മാത്രമേ മുക്തിപഥത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീത വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മഫല ത്യാഗമില്ലാതെ ഒരു കാരണവശാലും മുക്തിപഥത്തിലേക്ക് എത്താൻ പറ്റുകയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ പലർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന ആശയം, അതായത് കർമ്മഫലത്തിൻ്റെ സംസ്കാരം കൂടി ഇല്ലാതായി തീരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. കർമ്മഫലം ഇല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ അന്ത്യഷ്ടിയിലുള്ള സംസ്കാരത്തിലുള്ള ആ ഒരു തലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ബന്ധനമുക്തി എന്ന് പറയുന്നത്. ബന്ധനത്തിൽ നിന്നുള്ള മുക്തിയാണ് ജീവൻ മുക്തി. ജീവാത്മാവിനെ വിദ്യ അവിദ്യ എന്നിവ രണ്ടിൻ്റെയും സഹായത്തോടെ കിട്ടുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. എന്താണ് ജീവാത്മാവിൻ്റെ വിദ്യ അവിദ്യയും? വിദ്യ എന്ന് പറയുന്ന ജ്ഞാനവും അവിദ്യ എന്ന് പറയുന്ന കർമ്മവും. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ തന്നെ മനസ്സുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളാണ് വിദ്യയും അവിദ്യയും. അപ്പോൾ വിദ്യ എന്ന് പറയുന്ന ജ്ഞാനമാണെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത് കർമ്മമാണ്. അത് ഈശാവാസോപനിഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് രണ്ടും കൂടി ഇല്ലാതെ ഒരു കാലം, അതായത് രണ്ടും ഒരുമിച്ച് ചെയ്ത് ഒരു സംസാരിയായ വ്യക്തിക്ക്, അതായത് ഈ ജഗത്തിൽ ജീവിച്ച് സാധാരണക്കാരനായിട്ട് മുകളിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഇത് രണ്ടും ഒരുപോലെ തന്നെ കണ്ടു വേണം മുന്നോട്ട് പോകണമെന്നാണ് ഈശാവാസോപനിഷത്ത് പറയുന്നത്.
ഒരു വ്യക്തി ജ്ഞാനം മാത്രം സമ്പാദിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുക്തി ഉണ്ടാകണമെന്നില്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. അവൻ ഘോര അന്ധകാരത്തിൽ പോകുന്നു എന്ന് ഒരു മന്ത്രം പറയുന്നുണ്ട്. അതുപോലെ കർമ്മം മാത്രം ചെയ്യുന്ന വ്യക്തിക്കും മുക്തി ഉണ്ടാവാൻ സാധ്യമല്ല. അപ്പോൾ രണ്ടും കൂടി, ജ്ഞാനവും വേണം, കർമ്മവും വേണം. അതെന്ന് ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ഇത് ആവശ്യമാണെന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മത്താൽ മൃത്യുവിനെ കടന്ന്, അതായത് കർമ്മം കൊണ്ട് മുള്ളുകൊണ്ട് എടുക്കാം, മുള്ളെടുക്കാം. ഞാൻ അടുത്തതിനകത്തിൽ കർമ്മത്തെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട്. എങ്ങനെ കർമ്മം കൊണ്ട് തന്നെ കർമ്മത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ വീഡിയോ വരാൻ പോകുന്നത്. പലരും ചോദിച്ച ചോദ്യമാണ്, കർമ്മം കൊണ്ട് എങ്ങനെ കർമ്മത്തെ ഇല്ലാതാക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും, പക്ഷേ പ്രയത്നം ആവശ്യമാണ്. അപ്പോൾ കർമ്മത്താൽ മൃത്യുവിനെ കടന്ന് ജ്ഞാനത്താൽ അമൃതത്വം ഭുജിക്കുന്നു. ഇതാണ് വേദവചനം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ കർമ്മം ഇല്ലാതാവണം. കർമ്മം ഇല്ലാതായാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാകൂ എന്ന് വ്യക്തമായൊരറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. യജുർവേദത്തിൻ്റെ 40-ാമത്തെ ശ്ലോകം ഇതിൽ വ്യക്തമായിട്ട് ഒരു ധാരണ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മത്തിന് ക്ലേശകർമ്മ വിഭാഗാശയങ്ങൾ ഒരിക്കലും തീണ്ടുക പോലും ഇല്ല. ബ്രഹ്മത്തിന് ഈ സംഭവമൊന്നുമില്ല. ക്ലേശമില്ല, കർമ്മമില്ല, വിഭാഗമില്ല, ഒരു സംഭവമില്ല. അതില്ലാതിരിക്കെ ജീവാത്മാവിൻ്റെ ഗതിയാണ് ഇവിടെ പ്രതിപാദിച്ചത്. അതായത് ഒരു ജീവാത്മാവ് മുക്തിപഥത്തിൽ എത്തുക എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ബ്രഹ്മത്തിന് ഇതൊന്നുമില്ല. ബ്രഹ്മത്തിനില്ലെങ്കിൽ നമുക്കും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായി ബ്രഹ്മമായി മാറുക ചെയ്യുന്നത്, ആ തലത്തിലേക്ക് എത്തിച്ചേരുക, ഈശ്വരനായി മാറുക ചെയ്യുന്നത്. ഈശ്വരനെ പോലെയല്ല, ഈശ്വരനായി മാറുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷേ എല്ലാ ജീവാത്മാക്കളും ഇതിന് പ്രയത്നം കൂടിയേ കഴിയൂ. പ്രയത്നം ഇല്ലാതെ ഒരു കാരണവശാലും ഈ തലത്തിൽ എത്താൻ പറ്റില്ല എന്ന് കഴിയണം. നിഷ്കാമകർമ്മം ആയിരുന്നു അവിടെ ചെയ്തു വെക്കേണ്ടത്. ഈ ജഗത്തിൽ നിഷ്കാമകർമ്മം, അതായത് കർമ്മത്തിൻ്റെ ലേപനമില്ലാത്ത അവസ്ഥയിലേക്ക് ചെന്നാൽ ഇത് കൂടിയേ കഴിയും. ശരീരം വിട്ട് ജീവൻ മുക്തൻ്റെ ശവ്യം, അതായത് ശവസംസ്കാരം ചെയ്യണം. അതിന് വേദവിധിയേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമാധി എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വേദവിധിയേ ഉള്ളൂ. അതിനകത്തിൽ ഭസ്മാന്തം ശരീരം എന്ന് കൃത്യമായിട്ട് ഭസ്മമായി തീരണം ശരീരം എന്ന് യജുർവേദത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈശോപനിഷത്തിൻ്റെ മന്ത്രവും 17-ാമത്തെ ശ്ലോകം തന്നെയാണ്. ഈശാവാസോപനിഷത്തിൻ്റെ മന്ത്രവും 17-ാമത്തെ ശ്ലോകത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനിയും അന്തിമ സംസ്കാരം എന്ന് പറയുന്നത് ഒന്നും ജീവൻ മുക്തനെ ചെയ്തില്ലെങ്കിലും ആ ആത്മാവിന് അതൊന്നും ബാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ. ജീവൻ മുക്തന് ഇപ്പോൾ അന്തിമ സംസ്കാരം ചെയ്തില്ല, ശരീരം എവിടെങ്കിലും വലിച്ചെറിയുകയാണെങ്കിൽ പോലും ആ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാവ് മുക്തി പ്രാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ തെറ്റായ ധാരണകൾ ഇഷ്ടം പോലെ പരത്തിക്കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ മുക്തനല്ലെങ്കിൽ അയാൾ ലൗകികനാണ്, മനുഷ്യനല്ല. അതിനാൽ ദാഹസംസ്കാരം കൂടിയേ കഴിയൂ. എന്തെന്നാൽ ലോകത്തിന് ഹാനി വരുത്തുന്ന മണ്ണിൽ മറവ് ചെയ്യൽ. അതായത് ഒരു ജീവൻ മുക്തൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് ഉയർന്നു, ഈശ്വരനായി കഴിഞ്ഞ് ലൗകികനായ മനുഷ്യനല്ല. ഞാനതാ പറയാൻ ഉദ്ദേശിച്ചത്. ലൗകികനാണ് മനുഷ്യനല്ലെന്നുള്ള രീതിയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ലൗകികനായ മനുഷ്യനല്ല. അതിനാൽ അയാൾക്ക് സംസ്കാരം കൂടിയേ കഴിയൂ എന്ന് മനസ്സിലാക്കുക. അപ്പം മനുഷ്യൻ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യന് ഹാനി വരുത്തത്തക്ക രീതിയിലുള്ള ഒരു കാര്യവും അത് ചെയ്യാൻ പാടില്ല എന്ന് സാരം. ഭസ്മമാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പം മറവ് ചെയ്യുക, അതുപോലെ വെള്ളത്തിൽ ഒഴുക്കുക, കല്ലറകൾ കെട്ടി സമാധി ഇരുത്തൽ, ഇവയൊന്നും വിട്ടുപോയ ജീവൻ മുക്തന് വേണ്ടിയല്ല ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇത് വിട്ടുപോയ ജീവൻ മുക്തന് വേണ്ടേ, നമുക്ക് വേണ്ടേ ചെയ്യുന്നത് കേട്ടോ. നമ്മളങ്ങനെ ചിന്തിച്ചു പോവുക. അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ ജീവിക്കുന്ന, ഇപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അത് ഹാനികരമായി ഭവിക്കും. വെള്ളത്തിലൊഴുകിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ വെള്ളത്തിനകത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുക. അതേസമയം ഒരു അയാളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ കൂടി ഒഴുക്കി നമ്മുടെ കിണറിലും മറ്റൊന്നും വന്നു ചേരുന്ന സംഭവം ഉണ്ടാവും.
അപ്പം ലൗകികന് ദുരിതമുണ്ടാക്കാതെ ഇരിക്കാൻ സംസ്കാരം ചെയ്യുന്നത് ഉചിതമാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ അഗ്നി സംസ്കാരം ചെയ്യുന്നത് തന്നെ ഉചിതമാണ്. അല്ലെങ്കിൽ അത് മാലിന്യം ഉണ്ടാക്കും. അതിന് മറ്റ് ശരീരങ്ങൾക്ക് ചെയ്യുന്ന സംസ്കാരം തന്നെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് ഭസ്മമാവുകയില്ലേ എന്ന് ചോദിച്ചേക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം ചെയ്യാതെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് നശിക്കത്തില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാക്കാം. പ്രകൃതി നിയമപ്രകാരം മാലിന്യം ഉണ്ടാക്കിയേ നശിച്ചു. പ്രകൃതിയുടെ നിയമപ്രകാരം ഒരു ശരീരം അലിഞ്ഞ് അത് മണ്ണിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ മാലിന്യം ഉണ്ടാക്കും. അത് ഉണ്ടാക്കിയിട്ടേ മരിക്കും. അത് ലൗകികർക്ക് ദുരിതം ഉണ്ടാക്കും എന്നത് മനസ്സിലാക്കും. അപ്പോൾ അന്ത്യേഷ്ടി നിർബന്ധമാണ്. അതായത് ഏത് ജീവൻ മുക്തൻ മരിച്ചാലും ശരി അന്ത്യേഷ്ടി നിർബന്ധമാണ്. സമാധി ഇരുത്തുകയും മറ്റും ചെയ്താൽ വേദവിരുദ്ധ ക്രിയ നിമിത്തം ഉണ്ടാകുന്ന അന്ധവിശ്വാസജന്യമായ സമാധി പൂജാദികൾ ലൗകികരുടെ ധ്യേയമായ ജീവൻ മുക്തി പ്രാപിക്കുന്നതിന് വിഘാതമായി തീരും എന്ന് വ്യക്തമായിട്ട് നമ്മൾ ധരിക്കണം. അതായത് സമാധി ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേദത്തിന് വിരുദ്ധമായ ഒരു ക്രിയയാണ്. വേദത്തിൻ്റെ കാര്യമാണ് ഇവിടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിരുദ്ധമായ ഒരു കാര്യമാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും? അവർ ജീവൻ മുക്തൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പദവി ലഭിക്കുമെന്ന് മൗഢ്യത്തിലായി പോകും എന്ന് സാരം. അതായത് നമ്മൾ വിചാരിക്കും അവിടെ പോയി വിളക്ക് കത്തിച്ച ചന്ദനത്തിരി കത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുക്തി കിട്ടും എന്നുള്ള ഒരു തോന്നലിൽ നമ്മൾ മൗഢ്യത്തിലിരിക്കും. അതേസമയം അദ്ദേഹം മുക്തി പ്രാപിച്ചത് കർമ്മങ്ങൾ മൊത്തം ഒടുക്കിയതിന് ശേഷം ഇവിടെ കർമ്മങ്ങൾ ഒടുക്കാതെ കൂട്ടിവെച്ച് ഇതുപോലുള്ള സമാധി സ്ഥലങ്ങളിൽ പോയി ചതറിടുകയും അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കുകയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ മുക്തൻ്റെ അതായത് ആ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയരത്തില്ല. അതിനു പകരം നമ്മൾ കർമ്മങ്ങൾ കൂട്ടിവെച്ച് പിന്നെയും മൗഢ്യത്തിലായി പോകും എന്ന് പറയുന്നു. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.